എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഡൗട്ട് ടു ബ്രില്യന്റ് എന്ന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ശിവൻ സാറുണ്ട്. സാർ നമസ്കാരം. നമസ്തേ. നമുക്ക് ഇന്ന് ആദ്യത്തെ കോളർ ഉണ്ട്. ആരാണെന്ന് നോക്കാം അല്ലേ? ആദ്യമായിട്ടാണ് ടീച്ചർ ഈ പ്രോഗ്രാമിൽ വരുന്നത് അല്ലേ? നമസ്തേ, പറയൂ. ഹലോ 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 ശിവൻ സാറുണ്ട്, പറഞ്ഞു. ഓക്കെ, പറയൂ. സാറേ, മോൾക്ക് സെൻട്രൽ പൂൾ കോട്ടയിൽ കൊടുത്തിട്ടുണ്ട്. ശരി. അപ്പം ഓൾ ഇന്ത്യ കൗൺസിലിൽ പങ്കെടുക്കണോ? എത്ര മാർക്കാണുള്ളത്? നമുക്ക് ആ മാർക്ക് ഉണ്ടെങ്കിൽ പറയൂ. 644. അപ്പൊ നമുക്ക് ഓൾ ഇന്ത്യയിൽ കോട്ട വേണ്ട, സെൻട്രൽ പൂൾ കോട്ട അതല്ലാതെയാണ്. ഓൾ ഇന്ത്യയിൽ പങ്കെടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളെ കേരളത്തിന്റെ അലോട്ട്മെന്റുകളിലൊക്കെ വെയിറ്റ് ചെയ്താൽ മതിയാകും. എന്നിട്ട് ഇതിനല്ലാതെ ഇമെയിൽ വഴി വരികയും നമ്മളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വെബ്സൈറ്റിലൊക്കെ ലിസ്റ്റ് ആയിട്ട് വരും. അതിന് ഓൾ ഇന്ത്യ അലോട്ട്മെന്റോ കേരള അലോട്ട്മെന്റോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. സാറ് വേറൊരു കാര്യങ്ങളുണ്ട്. മോളിപ്പം EWS ഉണ്ട് നമ്മുടെ കേരളയില്. ഓ, ശരി ശരി, ഓക്കെ. അപ്പം സാറേ, അപ്പൊ മോക്ക് അത് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ? തീർച്ചയായിട്ടും. അപ്പൊ സാർ ഏതൊക്കെ അലോട്ട്മെന്റ് കിട്ടുമെന്ന് പറയാൻ പറ്റും? EWS വെച്ച് കിട്ടുവാണെങ്കിൽ ആദ്യ അലോട്ട്മെന്റ് തന്നെ ലഭിക്കും. ഓ സാറേ, അപ്പം നമുക്ക് ഏത് കോളേജാ ചാൻസ് എന്ന് പറയാൻ? അത് നമുക്ക് കേരള മെഡിക്കൽ റാങ്ക്, കേരള കാറ്റഗറി റാങ്ക്, താങ്കൾ വെക്കുന്ന പ്രിഫറൻസ് ഓർഡർ ഒക്കെ പ്രധാനമാണ്. എങ്കിലും കൊല്ലം, പരിയാരം, മഞ്ചേരി, ഇടുക്കി, കോന്നി അങ്ങനെയുള്ള കോളേജുകൾ, എറണാകുളം ഒക്കെ വരാവുന്നതാണ്. ശരി ശരി. സെൻട്രൽ പൂൾ കോട്ട എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ എക്സ് സർവീസ്മെൻ റിസർവേഷൻ ഉള്ളവർക്കൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നൽകുന്നതാണ്. 45 MBBS സീറ്റുകൾ. ഓരോ സ്റ്റേറ്റിലും 2 സീറ്റുകളൊക്കെ വെച്ചേ ഉള്ളൂ. എങ്കിലും അതിന് ഈ മറ്റുള്ള അലോട്ട്മെന്റ് നടപടികളുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് സെപ്പറേറ്റ് നമ്മൾ ഏത് ഓഫീസിലാണോ ജോലി ചെയ്യുന്നത് അതുവഴി കിട്ടുന്ന ഒരു സീറ്റാണ്. സാറേ നമസ്തേ, പറയൂ. എവിടുന്നാ വിളിക്കണേ? അത് ശിവൻ സാറാണോ? അതെ അതെ, പറയൂ. സാറേ, എനിക്ക് ഇപ്രാവശ്യം നീറ്റിൽ 674 മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല മാർക്കുണ്ട്, പറയൂ. അപ്പൊ സാർ എനിക്ക് കേരളയിൽ കിട്ടാൻ ചാൻസ് ഉണ്ടാവും? എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ അതോ ജനറൽ ആണോ? സാറേ, BH ആണ്. ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിൽ ഉറപ്പായിട്ട് കിട്ടുമല്ലോ. ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കേരള കിട്ടും. സാറേ, എവിടെയൊക്കെ കിട്ടുമായിരിക്കും? തൃശ്ശൂര്, ആലപ്പുഴ, പരിയാരം, മഞ്ചേരി, എറണാകുളം, ഇടുക്കി, കോന്നി. ഓക്കെ സാറേ. സാർ, പിന്നെ ഇനിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറയൂ. സാറേ, എന്റെ കീമിന്റെ വെബ്സൈറ്റിൽ എനിക്കൊരു മെമ്മോ വന്നിട്ടുണ്ടായിരുന്നു. പ്ലീസ് അപ്ലോഡ് യുവർ ഇൻകം സർട്ടിഫിക്കറ്റ് ഫോർ ക്ലെയിമിംഗ് അണ്ടർ EC കാറ്റഗറി പറഞ്ഞിട്ട്. അതായത് BH വിഭാഗത്തില് ഭൂരിഭാഗം പേർക്കും 6 ലക്ഷത്തിൽ താഴെയാണ് വരുമാനമെങ്കിൽ EC എലിജിബിൾ കമ്മ്യൂണിറ്റിയിലോട്ട് റിസർവേഷൻ കിട്ടും. അപ്പൊ താങ്കൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് താങ്കൾക്ക് ആ റിസർവേഷൻ വേണമെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടെ അപ്ലോഡ് ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താങ്കൾക്ക് ഇപ്പൊ ഗവൺമെന്റ് സെക്ടറിൽ തന്നെ കിട്ടുന്നത് കൊണ്ടും വരുമാനം പ്രശ്നമല്ലാതിരിക്കാം അല്ലേ? ആ വരുമാനം അതിൽ കൂടുതലാണോ? അപ്പൊ താങ്കൾ അത് ഇഗ്നോർ ചെയ്താൽ മതി. ആ മെമ്മോയ്ക്ക് പ്രതികരിക്കേണ്ട കേട്ടോ. ഓക്കെ. ഇപ്പം BH കാറ്റഗറിയാണ്. അദ്ദേഹത്തിന് 6 ലക്ഷത്തിൽ താഴെ വരുമാനമാണെങ്കിൽ ഗവൺമെന്റ് കോളേജ് ആണെങ്കിലും ഫീസ് ഒഴിവാക്കി പഠിക്കാമായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ഇപ്പം 6 ലക്ഷത്തിന് മുകളിലായതുകൊണ്ട് BH കാറ്റഗറിയിൽ പ്രവേശനം കിട്ടും. പക്ഷെ ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ 24,000 രൂപയും സ്വകാര്യ കോളേജുകളാണെങ്കിൽ 8 ലക്ഷം അല്ലെങ്കിൽ 8.5 ലക്ഷം എത്രയാണോ ഫീസ് അതും കൊടുക്കേണ്ടതായിട്ട് വരും. ഹലോ ഹലോ, നമസ്തേ. സാറല്ലേ? പറയൂ സാറേ, എവിടുന്നാ വിളിക്കണേ? അപ്പൊ ഞാൻ ആലപ്പുഴ വിളിക്കുന്നത്. എന്റെ പേര് ബാബു എന്നാണ്. ഓക്കെ സാറേ, പറയൂ. മകന് വേണ്ടിയിട്ടാണ്. മകന് കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ 653 മാർക്കുണ്ട്. ശരി. OBC ഈഴവ. ഓക്കെ ഓക്കെ. നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് വരികയും അതിന്റെ കാറ്റഗറി റാങ്ക് വന്നു കഴിയുമ്പോൾ മാത്രമേ സാധ്യത അറിയാൻ സാധിക്കുകയുള്ളൂ. ഓൾ ഇന്ത്യ ലെവലിൽ നമുക്കറിയാം അല്പ സാധ്യത കുറവ് തന്നെയാണ്. ഒരു 25,000 റാങ്ക് വരെയാണ് മാക്സിമം അഡീഷണൽ സ്ട്രൈ വേക്കൻസിയിലാണെങ്കിലും പോകാൻ സാധ്യതയുള്ളത്. കേരളത്തിലാണ് നമുക്ക് ഈഴവ റിസർവേഷൻ ഉള്ളത് കൊണ്ട് 9% റിസർവേഷൻ ഉള്ളതുകൊണ്ട് കൂടുതൽ സാധ്യത. അത് നമുക്ക് മെഡിക്കൽ റാങ്ക് വരികയും കാറ്റഗറി റാങ്ക് വരികയും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കേരളത്തിന്റെ സാധ്യത അറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ഓപ്ഷനുകൾ സെൽഫ് ഫിനാൻസിങ് MBBS അല്ലെങ്കിൽ ഗവൺമെന്റ് BDS അല്ലെങ്കിൽ വെറ്റിനറി, അഗ്രികൾച്ചർ അതെല്ലാം ലഭിക്കും. അപ്പോൾ അതിന്റെ സാധ്യതകളും കൂടെ നോക്കി വെച്ചേക്കണം. അതിലേത് പോകണം? ഗവൺമെന്റ് BDS, അഗ്രികൾച്ചർ, വെറ്റിനറി എല്ലാം കേരളത്തിൽ തന്നെ ഒന്നാമത്തെ കോളേജിൽ കിട്ടും. MBBSന്റെ സാധ്യതകൾക്ക് നമ്മൾ ഒരാഴ്ച കൂടെ കാത്തിരിക്കേണ്ടതായി വരും. നമുക്ക് കഴിഞ്ഞ തവണ 1860 വരെയുള്ള ഈഴവ റിസർവേഷൻകാർക്കാണ് കിട്ടിയത്. ആ 1800 അല്ലെങ്കിൽ 1700 കാറ്റഗറിയിലുള്ളവരെ ഏത് കാറ്റഗറി റാങ്കിലാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം ആ സമയത്ത്. ഓക്കെ ഓക്കെ ഓക്കെ.
നമുക്ക് ഈ വർഷത്തെ കുട്ടികളുടെ എണ്ണം വെച്ച് നോക്കുമ്പം ഒരു 25,000, കഴിഞ്ഞോളം 23,700 പോയത്. ഈ വർഷത്തെ നമ്മളിപ്പം 35 കോളേജുകളോളം കൂടുതൽ വരുന്ന സ്ഥിതിക്ക് നമുക്കൊരു വർഷം 25,000 വരെയൊക്കെ ലാസ്റ്റ് സ്പെഷ്യൽ സ്ട്രൈ വേക്കൻസിലാണെങ്കിലും വരാം. എന്നാലും നമുക്കതൊക്കെ ഒരു സെപ്റ്റംബർ ആകുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ. അടുത്ത കോളറുണ്ട്, നമുക്ക് നോക്കാം ആരാന്ന് നോക്കാം. ഹലോ ഹലോ ഡയലി ഡൗട്ട് ബെർലിനിലേക്ക് സ്വാഗതം. എവിടുന്നാണ് വിളിക്കുന്നത്? ഇത് കോഴിക്കോട് നിന്നാണേ. പറയുമോ, പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്തേ. നമസ്തേ. മോൾക്ക് 639 മാർക്കാണുള്ളത്. ഞങ്ങൾ BH കാറ്റഗറി ഈ OEC വിഭാഗത്തിൽ വരുന്ന ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലുള്ളതാണല്ലേ? ഓക്കെ. അതെ OEC ആനുകൂല്യമുണ്ട്, പത്മശാലീയ വിഭാഗം. ശരി, നമുക്കിപ്പോ അത് കേരളയുടെ പ്രൊഫൈലിനകത്ത് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അല്ലെ? BH എന്നും EC എന്നും ഉണ്ട്. ഓക്കെ, ഇനി പറയൂ. സംശയം എന്താ, ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ ഞങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ടോ സാറേ? വേണ്ട, നമുക്ക് ഓൾ ഇന്ത്യയിൽ യാതൊരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് കേരള അലോട്ട്മെന്റിൽ മാത്രം പങ്കെടുത്താൽ മതിയാകും. അപ്പൊ സെൽഫ് ഫിനാൻസിൽ നമുക്ക് ജൂബിലി അമലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ? ഏത് കോളേജുകളും കിട്ടുമല്ലോ, കിട്ടും. അവിടുന്ന് ട്യൂഷൻ ഫീസ് ഒഴിവാക്കി ബാക്കി ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ബാക്കിയുള്ള ചെലവുകൾ മാത്രം കൊടുത്താൽ മതിയാകും. ഗവൺമെന്റ് കിട്ടാൻ സാധ്യതയുണ്ടോ സാറേ? അത് നമുക്ക് കേരള റാങ്ക് വരണം. നമുക്ക് കേരളത്തിന്റെ ഗവൺമെന്റിൽ ഏതെങ്കിലും സീറ്റുകൾ വെക്കുകയാണെങ്കിൽ അതും കിട്ടാവുന്നതാണ്. കാരണം ട്യൂഷൻ ഫീസ് ഒഴിവാക്കുന്നത് കൊണ്ട് പല കാറ്റഗറിയിലുള്ളവരും ഗവൺമെന്റ് കോളേജും സെൽഫ് ഫിനാൻസിങ് കോളേജും ഇടകലർത്തി വെക്കുന്നത് കൊണ്ട് ഈ ഒരു കാറ്റഗറിക്കാര് ഫീസ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു വിഭാഗത്തിലുള്ള കുട്ടികൾ കൂടുതൽ ഫെസിലിറ്റി ഉള്ളതും അവനവന്റെ വീടിന് അടുത്തുള്ളതുമായുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജും ഇടകലർത്തി വെക്കുന്നത് കൊണ്ട് ഗവൺമെന്റും കിട്ടാവുന്നതാണ്. അത് ആ സമയത്ത് പറഞ്ഞതല്ലോ കേട്ടോ. ശരി. ഈ കേരളത്തിന്റെ അലോട്ട്മെന്റുകളിൽ മാത്രമേ ഉള്ളൂ ഈ BH വിഭാഗത്തിന് 6 ലക്ഷത്തിൽ താഴെയാണ് ആനുവൽ ഇൻകമെങ്കിൽ ഇവരെ ട്യൂഷൻ ഫീ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് SC വിഭാഗം, ST വിഭാഗം ഒക്കെ, അവർക്കൊന്നും ട്യൂഷൻ ഫീസ് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് വെക്കുമ്പോൾ ഇവരുടെ വീടിന് തൊട്ടടുത്തുള്ള സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും വെക്കും. അത്രയും ചെലവ് കുറഞ്ഞ് പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പൊ അവിടെ നമുക്കൊരു ഗവൺമെന്റ് കോളേജ് വെച്ച് കഴിഞ്ഞിട്ടേ സെൽഫ് ഫിനാൻസിങ് വെക്കുള്ളൂ എന്നുള്ളത് ഈ കാറ്റഗറിക്കാർ നിർബന്ധം പിടിക്കാറില്ല. അടുത്ത കോളറുണ്ട്, ആരാന്ന് നോക്കാം നമുക്ക്. ഹലോ എവിടുന്നാണ് വിളിക്കുന്നത്? ഗുജറാത്തിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ മോളെ, എവിടെയുണ്ട് പറയൂ. സാറേ, എനിക്ക് 2 ഡൗട്ട് ഉണ്ടായിരുന്നു. ഒന്ന്, ഓൾ ഇന്ത്യ കോട്ടന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല, അപ്പൊ ഞാൻ MCCന്റെ സൈറ്റിൽ ഒന്ന് കണ്ടിരുന്നു, ന്യൂ രജിസ്ട്രേഷൻ അങ്ങനെ. അത് സൈറ്റെല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുന്നതാണ്. 18-ാം തീയതി നാളെ സുപ്രീം കോടതി എപ്പോഴാണ് കൗൺസിലിംഗ് തുടങ്ങേണ്ടതെന്ന് പറയും. അതനുസരിച്ച് 21 or 22 ദിവസങ്ങളിലൊക്കെ നമുക്ക് തുടങ്ങാം. ആ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് MCC.nic.in സൈറ്റ് രജിസ്ട്രേഷനൊക്കെ റെഡിയാക്കി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. രജിസ്ട്രേഷൻ്റെ ഒരു ഘട്ടത്തിലോട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടില്ല. നാളെ നമുക്കറിയാം ഷെഡ്യൂൾ എപ്പം പ്രഖ്യാപിക്കും, ഏത് സമയത്താണ് അലോട്ട്മെന്റിന്റെ നടപടിക്രമം എന്നുള്ളത് നാളെ നമുക്കറിയാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഡൗട്ട് എന്ന് വെച്ചാൽ, എനിക്ക് കീമിന്റെ ഐഡിയിലായിട്ടാണ്. അപ്പൊ അതില് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്റെ അച്ഛന്റെ പേരിൽ ഇട്ടുവേനെ. അപ്പൊ എന്റെ സ്റ്റുഡന്റ് പേരിൽ രണ്ടാമത് അപ്ലോഡ് ചെയ്ത്, അപ്പൊ അതില് അത് ഗ്രീൻ ഇതില് കാണിക്കുന്നുണ്ട് അപ്ലോഡ് ഇതായിന്, പക്ഷെ എന്നെ ഇതായിട്ടില്ലാന്ന്. അത് 20-ാം തീയതി വരെ വെരിഫിക്കേഷൻ 20-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് നമ്മുടെ കാറ്റഗറിക്കകത്ത് നമ്മളുടെ കാസ്റ്റിന്റെ കോഡ് എഴുതി വരുന്നത് കാണാം കേട്ടോ. ഇടയ്ക്ക് റെഗുലർ ആയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതിയാകും. ബൈ. നമുക്കിപ്പം ഈ വർഷത്തെ നീറ്റ് 2024 മെയ് 5-ാം തീയതി എക്സാം കഴിഞ്ഞു. ജൂൺ 4-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷമുള്ള സ്വാഭാവികമായിട്ട് നടപടികളിൽ സുപ്രീം കോടതിയിൽ ഈ കേസ് നിൽക്കുന്നത് കൊണ്ട് സുപ്രീം കോടതി പറയുന്നതനുസരിച്ച് മാത്രമേ കൗൺസിലിങ്ങിലോട്ട് കടന്നു പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഷെഡ്യൂൾ ഇതുവരെ പ്രഖ്യാപിക്കാത്തത്. സാധാരണ 6-ാം തീയതിയൊക്കെ തുടങ്ങേണ്ടതായിരുന്നു. അല്പം സമയം, എന്നാലും ഇനിയിപ്പം വലിയ താമസം ഉണ്ടാകില്ലെന്ന് തോന്നുന്നു. അടുത്ത കോളറുണ്ട്, നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ അതെ സാറേ, പറയൂ. എനിക്കൊരു സംശയമില്ല സാറേ, 532 മാർക്ക് ഉണ്ടായിരുന്നു. OBC ആണ് സാർ. ഓക്കെ, ഏതാണ്, മുസ്ലിം വിഭാഗമാണോ ഈഴ വിഭാഗമാണോ? ഓക്കെ. നമുക്ക് കേരള മെഡിക്കൽ റാങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഒരു 12,000 റാങ്ക് വരെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് മൈനോറിറ്റി സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ 532 എന്ന് പറയുന്നത് നമുക്ക് അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത, കാരണം 14,000 റേഞ്ച് നോട്ടൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് നമ്മളുടെ ബ്രില്യൻറ്റിലെ കുട്ടികളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ കേരള മെഡിക്കൽ റാങ്ക് വരികയും നമ്മുടെ കാറ്റഗറിയിൽ എത്ര പേരുണ്ട്, ഈ വർഷം പുതിയതായിട്ട് കോളേജുകൾ എത്ര കൂടുന്നുണ്ട്. ഇപ്പോൾ വാളയാറിലെ കോളേജിന് NMC അംഗീകാരം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വർക്കലയിലെ കോളേജിന് അംഗീകാരം ആയിട്ടില്ല. അപ്പോൾ എത്രത്തോളം കോളേജുകൾ കൂടുതൽ വരുന്നുണ്ട് എന്നനുസരിച്ചായിരിക്കും നമ്മുടെ സാധ്യതകൾ.
2 സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കേരളത്തിൽ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സീറ്റ് ലഭിക്കും. അതല്ല ഒരു കോളേജാണ് വരുന്നതെങ്കിൽ നമുക്ക് ചെറിയ സാധ്യതകളുണ്ട്. നിലവിലുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ 19 കോളേജ് മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് സാധ്യത ഒട്ടും തന്നെ ഇല്ലാതെ വരും. എന്താണേലും അടുത്ത ആഴ്ച നമുക്ക് കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത കൈവരും. ഓക്കെ, എനിക്ക് തോന്നുന്നു സാർ നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഒരു വിധിയുടെ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇത് പാരന്റ്സിന്റെ ഉള്ളിലൊക്കെ ഒരു കൺസേൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളത്. കാരണം ബാക്കി എല്ലാ പ്രവേശന നടപടികളും തീർന്നു. അപ്പൊ തീർച്ചയായിട്ടും രക്ഷിതാക്കളെ സംബന്ധിച്ചോളം എവിടെയെങ്കിലും ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രവേശനം ഉറപ്പാക്കണ്ടേ? ഇത്രയും സമയം കഴിഞ്ഞു. ഇപ്പം ബോർഡ് എക്സാം കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചോളം മാർച്ചിൽ കഴിഞ്ഞതാണ്. അപ്പൊ ആ ഒരു ആങ്സൈറ്റി എല്ലാവരിലും ഉണ്ടാവും. അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഡയലി ഡൗട്ട് ബ്രില്യനിലേക്ക് സ്വാഗതം. എവിടുന്നാണ് വിളിക്കുന്നത്? പറയൂ, ഞാൻ ഇവിടെ ഉണ്ട്. പറയൂ. നമസ്തേ സാറേ, എന്റെ കുട്ടിക്ക് 28,647 റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് അല്ലേ മെഡിക്കലിന്റെ? ഓൾ ഇന്ത്യ 651 മാത്രം ജനറലാണ്. നമുക്ക് ഓൾ ഇന്ത്യയില് ഗവൺമെന്റ് കിട്ടാൻ സാധ്യതയുണ്ടാവും? നമുക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് നമുക്കറിയാം. 23,500 വരെയുള്ളവർക്കാണ് 4 റൗണ്ടുകളിൽ കിട്ടിയത്. ഈ വർഷം ഇതുവരെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലിസ്റ്റുകളിൽ നിന്നും ഏതാണ്ട് 35ഓളം കോളേജുകളാണ് പുതിയതായിട്ട് വരാനുള്ള ചെറിയ സാധ്യതയെങ്കിലും ഉള്ളത്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തന്നെ ഒരു 25,000 റാങ്ക് ആയിരിക്കും ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ളൊരു സാധ്യതയായിട്ട് കാണുന്നത്. പുതിയതായിട്ട് കോളേജുകൾ അനുവദിക്കപ്പെടുന്നില്ലെങ്കിൽ മുൻ വർഷത്തെ പോലെ തന്നെ 24,000 ഓൾ ഇന്ത്യ റാങ്കിൽ തന്നെ ഗവൺമെൻറ് MBBS സീറ്റ് തീരാനുള്ള സാധ്യതയുമുണ്ട്. ഏതാണേലും 28,000 വരാനുള്ള യാതൊരു സാധ്യതകളും നിലവിലുള്ള സീറ്റുകളുടെ എണ്ണമോ കോളേജുകളുടെ എണ്ണമോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ അത്രയും പറയാനാവില്ല. പിന്നെ അലോട്ട്മെന്റ് നടപടികളുടെ ഒരു 3ാം ഘട്ടമൊക്കെ എത്തുമ്പോഴേ നമുക്ക് കൂടുതൽ സാധ്യതകൾ അറിയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും നമ്മൾ മറ്റ് സാധ്യതകളും ഗവൺമെൻറ് BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, സെൽഫ് ഫിനാൻസിങ് MBBS വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള മറ്റുള്ള സാധ്യതകൾ കൂടി തീർച്ചയായിട്ടും നോക്കി വെക്കേണ്ടതാണ്. കേരളയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജാണ് ആദ്യമേ വെക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ആദ്യം വെക്കേണ്ടതല്ല, നമ്മൾ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നോക്കുന്നു. ഈ വർഷം എത്രത്തോളം കോളേജുകൾ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 20,000 റാങ്ക് വരെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നത്. ഈ വർഷം എത്രത്തോളം അലോട്ട്മെന്റുകൾ ലാസ്റ്റ് റാങ്ക് കൂടി. എന്നിട്ട് നമുക്ക് സാധ്യതകളില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് കേരള അലോട്ട്മെന്റിനെ സമീപിക്കുമ്പം കേരളത്തിലെ 12 ഗവൺമെന്റ് കോളേജുകൾ വെച്ച് കഴിഞ്ഞിട്ട് 13, 14, 15 എന്ന് കേരളത്തിന്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും വെക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് 4ാമത്തെ സ്ട്രേ വേക്കൻസിയിൽ ഒഴിവുകളുള്ള കോളേജിലോട്ട് മാത്രമേ കേരളത്തിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ അവസരമുള്ളൂ. കേരളത്തിലെ ആദ്യത്തെ 3 അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരിക്കൽ മാത്രമേ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ആദ്യം സെൽഫ് ഫിനാൻസിങ് വെച്ചില്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ ആഗ്രഹമുള്ള കോളേജുകളിൽ ഒന്നും കിട്ടാതെ പോകും. അവസാനം ഒരു 20ഓ 22ഓ വേക്കൻസി മാത്രമേ സ്ട്രേ വേക്കൻസിയിൽ ഏതെങ്കിലും കോളേജിൽ കാണിക്കാറുള്ളൂ. നമുക്ക് ആ കോളേജിൽ പഠിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പൊ സാറ് നമ്മൾ സെൽഫ് വെച്ച് കേരളയിൽ നമുക്ക് സെൽഫ് കിട്ടി, എന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഓൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഗവൺമെന്റ് ചാൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടത്തിൽ എത്രത്തോളം സീറ്റുകൾ വരുന്നുണ്ടെന്ന് നോക്കണം. ഓൾ ഇന്ത്യയുടെ 1ാം ഘട്ടം കഴിഞ്ഞു. ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടം പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് മുൻ വർഷത്തേക്കാളും വളരെയധികം റാങ്കിന് അലോട്ട്മെന്റ് പോയിട്ടുണ്ടെങ്കിൽ 2ാമത്തെ കേരള അലോട്ട്മെന്റ് കഴിയുമ്പോൾ നമുക്ക് ക്വിറ്റ് ചെയ്യാം. കേരളത്തിന്റെ 3ാം ഘട്ടത്തിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ക്വിറ്റ് ചെയ്ത് വെളിയിൽ വരാം. അപ്പം കേരളത്തിന്റെ 3ാമത്തെ നമ്മളെ പങ്കെടുപ്പിക്കുകയല്ല, ഓൾ ഇന്ത്യയുടെ 3rd നമ്മളെ പങ്കെടുപ്പിക്കും. ഓൾ ഇന്ത്യയുടെ 3rd മാത്രമേ നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ അവസരമുള്ളൂ. ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസിയിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനോ ഓപ്ഷൻ കൊടുക്കാനോ അനുവാദമില്ല. പകരം 3rd റൗണ്ടിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് എല്ലാ ഓപ്ഷനും കൊടുക്കും. എന്നിട്ട് 3rd റൗണ്ടിൽ നമുക്ക് കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യും. വീണ്ടും അതിൽ അലോട്ട്മെന്റ് ചെയ്യാത്തവരെ എല്ലാം സ്ട്രേ വേക്കൻസിയിൽ വീണ്ടും പരിഗണിക്കും. അപ്പം നമുക്ക് നമ്മുടെ സാധ്യത മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ 3rd പരിഗണിക്കില്ല. കേരളത്തിന്റെ 3rd സ്ട്രേ വേക്കൻസിയിൽ 4ാമത്തേൽ വേണം വീണ്ടും നമുക്ക് ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യാം. പക്ഷേ നിലവിൽ കിട്ടുമായിരുന്ന സെൽഫ് ഫിനാൻസിങ് നമ്മൾ എടുത്തു, അത് വേണ്ടെന്ന് വെച്ചു. നിലവിൽ നമുക്ക് ഒരു സീറ്റും ഇല്ലാതെ തന്നെ ഓൾ ഇന്ത്യയുടെ 3rd 4th കേരളയുടെ 4th നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്ക് സാധ്യത ഓൾ ഇന്ത്യയുടെ 2nd മനസ്സിലാക്കി ക്വിറ്റ് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കാം. 28,000 റാങ്ക് ആയതുകൊണ്ട് കേരളത്തിന്റെ സെൽഫ് ഫിനാൻസിങ്ങിൽ തന്നെ പഠിക്കാനാണ് 99% സാധ്യതയും. ശരി.
നമുക്ക് ഈ അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ ഓൾ ഇന്ത്യയും കേരളയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഓൾ ഇന്ത്യയുടെ 3 റൗണ്ടുകളിലും ഇൻഡിവിജ്വലാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറാം, എപ്പോൾ വേണമെങ്കിലും പുതിയ കോളേജുകൾ ഓപ്ഷൻ കൊടുക്കാം. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ 3 റൗണ്ടിനും ഒറ്റ പ്രാവശ്യം മാത്രമേ ഓപ്ഷൻ വെക്കാൻ അവസരമുള്ളൂ. സെൽഫ് ഫിനാൻസിംഗ് ആണെങ്കിലും NRI ആണെങ്കിലും പിന്നീട് ആഡ് ചെയ്യാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. അത് കുറേ അധികം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട്, അവർക്കത് മനസ്സിലാകാതെ പോകുന്നുമുണ്ട്. അടുത്ത കോളറുണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. ഹലോ, ശിവൻ സാർ ഉണ്ട്, പറഞ്ഞോളൂ. നമസ്തേ, പറയൂ. ഹലോ സാർ, നമസ്തേ. എന്റെ മോൻ ബ്രില്യന്റ് ആണ്. ശരി. മോന്റെ സ്കോർ 602 ആണ്. ശരി. അപ്പം കേരളത്തില് സെൽഫ് ഫിനാൻസിങ് കിട്ടാനുള്ള സാധ്യത എന്താ സാർ? തീർച്ചയായിട്ടും നല്ല മാർക്കല്ലേ. ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ സെൽഫ് ഫിനാൻസിങ് സീറ്റ് കിട്ടുമല്ലോ. ഏതായിരിക്കും സാർ കിട്ടുന്നത്? നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ റാങ്കിന്റെയും 2023 ലാസ്റ്റ് റാങ്കും കൂടെ കമ്പയർ ചെയ്ത് സാധ്യതകൾ മനസ്സിലാക്കാം. ക്രിസ്ത്യൻ സമുദായമാണോ, ഏത് സമുദായമാണോ, ജനറൽ മാത്രമാണോ? മുസ്ലിം സമുദായമാണെങ്കിൽ നമുക്ക് MES, KMCT, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, അതുപോലെ മലബാർ മെഡിക്കൽ കോളേജ്, ശ്രീനാരായണ, കരുണ, PK ദാസ്, വയനാട് വിംസ്, SUT, ട്രാവൻകൂർ, സോമർവെല്ല്, അങ്ങനെയുള്ള എല്ലാ കോളേജുകളിലും ലഭ്യമാകും. വേണ്ട, കേരള അലോട്ട്മെന്റിനെ മാത്രം സമീപിച്ചാൽ മതിയാകും. ശരി ശരി. അതുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞത് ഇപ്പൊ കേരളത്തിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് MBBS ഉം BDS ഉം മാത്രം. അതിനകത്ത് ഗവൺമെന്റ് MBBS ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് MBBS ഉണ്ട്, ഗവൺമെന്റ് BDS ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് BDS ഉണ്ട്. ഈ 4 കോളേജുകൾക്കും കൊടുക്കാൻ 3 അലോട്ട്മെന്റും ഒറ്റ അവസരമേ ഉള്ളൂ. അപ്പം സെൽഫ് ഫിനാൻസിങ് BDS വേണമായിരുന്നേ ആദ്യം തന്നെ കൊടുക്കണം. മറ്റൊന്ന് നോക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കാൻ ഇവിടെ അവസരമില്ല. അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ശിവൻ സാർ ഉണ്ട്, പറഞ്ഞോളൂ. നമസ്തേ. നമസ്തേ സാറേ, പറയൂ. സാർ, എന്റെ മകള് ബ്രില്യന്റിലാണ് പഠിച്ചത്. ഓക്കെ. 661 661. ഓക്കെ. റാങ്ക് 20,440. ശരി, 20,440. ഓക്കെ. ഓഫീസാണ്, മുസ്ലിം ഓഫീസാണ്. എവിടെയാണ് സാധ്യത? നമുക്ക് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാനയിലൊക്കെ സീറ്റുകൾ ലഭ്യമാകും. കേരളത്തിന്റെ സാധ്യതകളായിരിക്കും കൂടുതൽ നോക്കുന്നത്, അല്ലേ? കേരളത്തിൽ നമുക്ക് അല്പം സാധ്യതകൾ കുറവ് തന്നെ ആയിരിക്കും. നമുക്ക് 1-2 കുട്ടികൾക്ക് സ്റ്റേ വേക്കൻസിയിലൊക്കെ ലഭിച്ചേക്കാം. പക്ഷേ ഭൂരിഭാഗം നമ്മുടെ കുട്ടികൾക്കും തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ കേരളത്തിന്റെ എല്ലാ സീറ്റുകളും വെക്കണം. ഓൾ ഇന്ത്യയുടെ ആദ്യത്തെ അലോട്ട്മെന്റ് മുതൽ കേരളത്തിന്റെ എല്ലാം വെക്കുന്നു. തമിഴ്നാടെല്ലാം, കർണാടക, ആന്ധ്ര, തെലങ്കാന എല്ലാ സീറ്റുകളും വെക്കണം. തമിഴ്നാടിന്റെ കോളേജുകൾ ഉറപ്പായിട്ട് തമിഴ്നാടിന്റെ ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷം 2 വർഷമായിട്ട് പുതിയതായിട്ട് തുടങ്ങിയ കോളേജുകളിലൊക്കെ പ്രവേശനം ലഭിക്കും. ഓക്കെ. അപ്പൊ കേരളത്തില് അപ്പം ഒരു NRI സീറ്റാണ് വേണ്ടതെങ്കിൽ അപ്പൊ അറിയാം, നമുക്കറിയാം 20 ലക്ഷം രൂപ ആയതുകൊണ്ട് ആദ്യത്തെ ഒരു അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് കേരളത്തിന്റെ സെൽഫ് ഫിനാൻസിങ് സാധ്യതയൊക്കെ നോക്കിയിട്ട് NRI വെക്കാമെന്ന് വിചാരിച്ച് നടക്കില്ല. ആദ്യം തന്നെ കൊടുക്കണം. പക്ഷെ അവിടെ ഒരു സാധ്യതയുള്ളത്, ഇപ്പൊ NRI ആദ്യം എടുത്തെന്ന് വിചാരിച്ച് മെറിറ്റ് കിട്ടാനുള്ള സാധ്യത ഇല്ലാതെ പോകുന്നില്ല. 2ാം ഘട്ടത്തിലോ 3ാം ഘട്ടത്തിലോ മെറിറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങോട്ട് മാറാം. NRI എടുത്തെന്ന് വിചാരിച്ചാൽ പൈസ നഷ്ടമാവില്ല, അങ്ങോട്ട് മാറാൻ അർഹതയുണ്ടെങ്കിൽ കിട്ടുകയും ചെയ്യും. അടുത്ത കോളർ ഉണ്ട്, ആരാ നോക്കാം. ഹലോ, നമസ്തേ, പറയൂ. നമസ്തേ, പറയൂ. എവിടുന്നാ വിളിക്കണേ? സാറേ, ഞാൻ കോഴിക്കോട് നിന്നാണ്. ഞങ്ങളവിടെ പഠിച്ച കുട്ടിയാണ്. നീറ്റിന് കഴിഞ്ഞ വർഷം പഠിച്ചത് ഓൺലൈൻ ആയിരുന്നു. ശരി സാറേ. നീറ്റിന് അപ്പൊ 588 മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം അവിടെ വന്നിരുന്നു ഞങ്ങൾ ഓഫ്ലൈനായിട്ട് പഠിക്കാൻ. പിന്നെ പറഞ്ഞു പിന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നതാണ്. അപ്പൊ ഞങ്ങൾ കീമിന് അവൻ എഴുതിയിരുന്നു, ഒരു മെസ്സില്ലാതെ എഴുതിയാണല്ലോ. ഒരു 10,058 സാറേ കിട്ടിയത് അവന് റാങ്ക്. ഓക്കെ. അപ്പൊ ഞങ്ങൾ പറയുന്ന ഒരു 13 കോളേജിൽ ഏറ്റവും നല്ലൊരു കോളേജ് ഗവൺമെന്റ് കോളേജ് കിട്ടുമോ എന്നുള്ള ചോദിക്കാനാണ് വിളിച്ചത്. നല്ല ഏകദേശം സ്റ്റാൻഡേർഡ് കോളേജ് നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ മാത്രമേ വെക്കുന്നുള്ളൂ, അർദ്ധ സർക്കാരിൽ വെക്കുന്നില്ല. അത് കുഴപ്പമില്ല, ഒരു 45 വരെ കുഴപ്പമില്ല സാറേ. ഫീസ് കുഴപ്പമില്ല. ഓക്കെ. നമ്മള് കമ്പ്യൂട്ടർ സയൻസ് ആണോ, ഇലക്ട്രോണിക്സ് ആണോ, ഇലക്ട്രിക്കൽ ആണോ, ഏതാണ്? ഈസിയാണ് സാറേ. ഈസിയാണ്. നല്ല കോളേജുകൾ കിട്ടുമല്ലോ. നമുക്ക് അർദ്ധ സർക്കാർ കോളേജുകളുടെ 35,000 ഉള്ള കോളേജുകളിലൊക്കെ ലഭ്യമാകും. SCT പരപ്പനംകോട് ഈസി ലഭിക്കാവുന്നതാണ്, കാരണം റിസർവേഷൻ ഉണ്ടല്ലോ. അതുപോലെ അടൂര്, ചെങ്ങന്നൂര് പോലുള്ള കോളേജുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും. അതെ അതെ അതെ. വേണം. നല്ല കോളേജിന്റെ ഓർഡറിൽ തന്നെ നമ്മൾ ഗവൺമെന്റ് ആദ്യം കൊടുക്കണം. അവിടെ നമ്മൾ CS-ഉം EC-യും കൊടുക്കണം. അതിനുശേഷം അർദ്ധ സർക്കാരിന്റെ CS-ഉം EC-യും കൊടുക്കണം. പിന്നെ അടുത്തുള്ള സെൽഫ് ഫിനാൻസിംഗ് ടോപ്പ് കോളേജുകൾ ഉണ്ടെങ്കിൽ അവിടെയും കൊടുക്കാവുന്നതാണ്.
ആയിക്കോട്ടെ സാറേ. പിന്നെ മുത്തൂറ്റ് FIT ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ നല്ല എമൗണ്ട് വെച്ചിട്ടാണ്. ഏതാണ്ട് 70,000 രൂപ വർഷം തോറും, അതുപോലെ 1,00,000 രൂപ റീഫണ്ടബിൾ കോഷൻ ഡെപ്പോസിറ്റും ആകും. ഗവൺമെന്റ് സർവീസ് ആണ്, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ അവിടെ? ഇല്ല, യാതൊരു കുഴപ്പമില്ല. ഇല്ല സാർ, ഇല്ല, ഈ രീതി തന്നെ കൊടുക്കാന്നല്ലേ? അതെ. ഒരു 15 കൊടുത്താൽ പോരെ സാർ? നല്ല 15 കൊടുത്താൽ നമുക്ക് കേരളത്തിലെ ഈ 3 റൗണ്ടുകളിലോട്ട് ഓപ്ഷൻ കൊടുക്കാൻ ഒരവസരം മാത്രമേ ഉള്ളൂ. താഴോട്ട് കൂടുതൽ കോളേജുകളും കോഴ്സുകളും വെക്കുന്നത് തന്നെയാണ് നല്ലത്. മെഡിക്കൽ അലോട്ട്മെന്റുകൾ പ്രത്യേകിച്ചൊന്നും ആകാത്ത സ്ഥിതിക്ക് എല്ലാ കുട്ടികളും കേരളത്തിന്റെ എഞ്ചിനീയറിംഗിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യും. അപ്പം മുൻ വർഷത്തേക്കായാലും ആദ്യത്തെ റൗണ്ടുകളിൽ നമുക്ക് അത്രയും നല്ല കോളേജുകൾ പ്രതീക്ഷിക്കാനാവില്ല. എന്നാൽ മെഡിക്കൽ അലോട്ട്മെന്റ് തുടങ്ങുന്ന മുറയ്ക്ക് ആൾക്കാർ എഞ്ചിനീയറിംഗിൽ നിന്ന് മെഡിക്കലിലോട്ട് മാറാൻ സാധ്യതയുള്ളവർ മാറുന്നത് കൊണ്ട് കഴിഞ്ഞ വർഷത്തിനൊക്കെ അനുസരിച്ച് അഡ്മിഷൻ സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് കിട്ടും. അതുകൊണ്ട് ഓപ്ഷന്റെ എണ്ണം കുറയ്ക്കുന്നതിൽ പ്രത്യേകതയൊന്നുമില്ല. മാക്സിമം ഓപ്ഷൻ വെക്കുന്നത് തന്നെയാണ് നല്ലത് താഴോട്ട്. തീർച്ചയായിട്ടും. ഓക്കെ. ഇതുപോലെ തന്നെ നമ്മൾ അതായത് ഇപ്പം മെഡിക്കലിന്റെ സാധ്യതകൾക്ക് അപ്പുറത്ത് എഞ്ചിനീയറിംഗിന് ഉണ്ടാവാം. ഇപ്പൊ CUET റിസൾട്ട് 22-ാം തീയതി വരുന്നു. അപ്പം ഒരാളുടെ എല്ലാ സാധ്യതകൾക്കും അനുസരിച്ച് ഏറ്റവും നല്ലൊരു ഗ്രാജുവേഷൻ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലൊരു തീരുമാനം. അതിന് യഥാസമയം നമ്മൾ ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ശിവൻ സാറുണ്ട്, പറഞ്ഞോളൂ. ഹലോ സാറേ, ഞാൻ മലപ്പുറത്ത് വിളിക്കണം. എന്റെ മകളവിടെ പാല് റിപ്പീറ്റ് ചെയ്തിരുന്ന സ്റ്റുഡന്റ് ആണ്. പറയൂ. ശിവൻ സാറുണ്ട്. പറയൂ. സാറേ, എന്റെ മകൾക്ക് 694 ആണ് സ്കോർ. 694. നല്ല മാർക്ക് ഉണ്ടല്ലോ, കൊള്ളാം. സാറേ, അവളുടെ സാധ്യത എങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് കേരള റാങ്കും കേരള കാറ്റഗറി റാങ്കും ഒക്കെ വരണം. ഇപ്പൊ നമുക്ക് ബ്രില്യന്റിലുള്ള കുട്ടികളുടെ എണ്ണം നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ റാങ്ക് നോക്കിയായിരുന്നോ? ബ്രില്യന്റിൽ എത്രാമതായിട്ടാ ഇപ്പൊ ഉള്ളത്? അതറിയില്ല സാറേ. നമുക്ക് 281 കുട്ടികളാണ് 695 റേഞ്ചില് ബ്രില്യന്റിലുള്ളത്. അപ്പൊ നമുക്ക് എന്താണേലും ഒരു 40-50 കുട്ടികൾ വെളിയിലും ഉണ്ടാകാം. അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു 320 അല്ലെങ്കിൽ 350 എന്താണേലും കേരള മെഡിക്കൽ റാങ്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും റിസർവേഷൻ ഉള്ളതുകൊണ്ട് കോഴിക്കോട് ലഭിക്കും. കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ സെക്കൻഡ് റൗണ്ട് നമുക്ക് ഉറപ്പായിട്ട് കോഴിക്കോട് വരാവുന്നതാണ്. ഓൾ ഇന്ത്യയുടെ നമുക്ക് കേരളത്തിൽ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യമെങ്കിൽ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോഴിക്കോട് മാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇനി ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കേരളത്തിലെ അലോട്ട്മെന്റിൽ നമ്മൾ കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും കേരളത്തിൽ കൊടുക്കുന്നു. കേരളത്തിന്റെ സാധ്യത ഒന്നുകിൽ കേരളത്തിൽ നമുക്കത് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം. എന്നിട്ട് ഓൾ ഇന്ത്യയുടെ 2ാം റൗണ്ടിനെ സമീപിച്ചാൽ മതിയാകും. തീർച്ചയായിട്ടും കേരള വഴിയാണ് നമുക്ക് കിട്ടാനുള്ള സാധ്യത മുഴുവൻ കോഴിക്കോട്. നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ. കുട്ടികൾക്ക് ഈ ഓപ്ഷൻ കൊടുക്കുമ്പം ഓൾ ഇന്ത്യ വഴി കിട്ടാനുള്ള സാധ്യതകളും കേരള വഴി കിട്ടാനുള്ള സാധ്യതകളും നോക്കണമല്ലോ. അപ്പം കേരളത്തിലെ ഒരു ഒന്നാമത്തെ കോളേജ്, കേരളത്തിൽ അവർക്ക് താല്പര്യമുള്ള ഒന്നാമത്തെ കോളേജ് ഓൾ ഇന്ത്യ വഴി എടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ തന്നെ മറ്റുള്ള കുട്ടികൾക്കും പ്രയോജനപ്പെടും. ഇപ്പം ഈ കുട്ടിക്ക് കോഴിക്കോടാണ് താല്പര്യം, പക്ഷേ ഇദ്ദേഹത്തിന്റെ റാങ്കിനനുസരിച്ച് 694 വെച്ചിട്ട് ഓൾ ഇന്ത്യ വഴി കോഴിക്കോട് കിട്ടില്ല. പക്ഷെ ഒരു 705-710 മാർക്കുള്ള ആൾക്ക് ഓൾ ഇന്ത്യ വഴി കോഴിക്കോട് എടുക്കാൻ പറ്റുവാണെങ്കിൽ കേരള റാങ്കുള്ള ഒരു കുട്ടിക്ക് കൂടുതലായിട്ടൊരു സാധ്യതയല്ലേ ഉള്ളത്. അപ്പം ടോപ്പ് റാങ്ക് ഉള്ളവർക്ക് കേരളത്തിലെ ഒന്നാമത്തെ കോളേജ് ആണ് താല്പര്യമെങ്കിൽ കഴിയുമെങ്കിൽ ഓൾ ഇന്ത്യ വഴി എടുക്കുന്നതാണ് മറ്റുള്ള കുട്ടികൾക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം. എല്ലാം നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിച്ച കുട്ടികളല്ലേ. ഇനി അഥവാ നമുക്കിനി കേരളത്തിൽ ആ ഒന്നാമത്തെ കോളേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേരള അലോട്ട്മെന്റ് വഴി നോക്കാം. പിന്നെ ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൽ വീണ്ടും നമ്മുടെ സാധ്യതകൾ നോക്കാം. അപ്പം ഓൾ ഇന്ത്യയുടെ 3 റൗണ്ടിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നതെന്ന് ഓർത്താൽ മതി. അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ശിവൻ സാറുണ്ട്, പറഞ്ഞോ. നമസ്തേ, പറയൂ മാം. എവിടുന്നാ വിളിക്കണേ? കോട്ടയത്തു നിന്നാണ്. പറയൂ സാർ. എന്റെ റാങ്ക് 76,000 OBC ആണ്. അപ്പൊ ESI കോട്ടയിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് ഒരു 70,000 റാങ്ക് വരെയൊക്കെയാണ് സേഫ് ആയിട്ട് നിൽക്കാവുന്നതെന്ന് തോന്നുന്നു. ESIയിൽ എത്ര സീറ്റുകൾ കൂടുതലുണ്ട്, ഓൾ ഇന്ത്യ കോട്ടയിൽ ആൾക്കാരുടെ എണ്ണം മാറുന്നതനുസരിച്ച് 3ാം ഘട്ടമാകുമ്പോഴേക്കും നമുക്ക് സാധ്യതകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് സേഫ് എന്ന് തോന്നുന്നത് OBCക്ക് 70,000 റാങ്കാണ്. അലോട്ട്മെന്റുകൾ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ സാധ്യത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 3ാം ഘട്ടമെങ്കിലും എത്തണം.
മൂന്നാം ഘട്ടത്തിലേ നമുക്ക് സാധ്യത അറിയാൻ സാധിക്കുകയുള്ളൂ. ESIയുടെ പുതിയ കോളേജുകളൊന്നും തുടങ്ങിയിട്ടില്ല. സീറ്റുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം സീറ്റുകൾ ESI മേഖലയിൽ കൂടിയിട്ടുണ്ടെന്നുള്ളതനുസരിച്ച് നമുക്ക് മൂന്നാം ഘട്ടത്തിൽ സാധ്യതകൾ മനസ്സിലാക്കാം. മാർക്ക് എത്രയാണ്? അപ്പോൾ 70,000 ഇല്ലല്ലോ, അത്രയും വരില്ല. സെൽഫ് ഫിനാൻസിങ് BDs മാത്രമേ വരികയുള്ളൂ. ശരി. ESI IP ഏതാണ്ട് 11 കോളേജുകളുണ്ട്. പക്ഷേ ഈ വർഷം ESIയിൽ പുതിയ കോളേജുകൾ വരുന്നില്ല. ഇപ്പം നമുക്ക് 118 കോളേജുകളോളം നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ലിസ്റ്റിൽ പുതിയതായിട്ട് തുടങ്ങാനുണ്ടെങ്കിലും അതിനകത്ത് ESI വിഭാഗത്തിലില്ല. ഓൾറെഡി ഉള്ള കോളേജിൽ 10-20 സീറ്റ് കൂടുന്നു മാത്രമേ ഉള്ളൂ. അടുത്ത കോളർ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? അതെ അതെ അതെ, പറയൂ. ശിവൻ സാറേ, ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നത്. നമസ്തേ, പറയൂ. ശിവൻ സാറേ, എനിക്ക് നീറ്റില് 628 മാർക്കാണ്. ഓക്കെ സാറേ, എനിക്ക് ഈഴവ റിസർവേഷനും ഉണ്ട്. ഓക്കെ സാറേ, അപ്പൊ ഗവൺമെന്റ് വെറ്ററിനറി തൃശ്ശൂരിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് ഈഴവ റിസർവേഷൻ ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു സീറ്റാണ് വെറ്ററിനറിക്ക്. നമുക്കതിൻ്റെ കേരള അലോട്ട്മെന്റിന്റെ അലൈഡ് കോഴ്സുകളുടെ 2ാം ഘട്ടത്തിലൊക്കെ തീർച്ചയായിട്ടും 1ാമത്തെ ഓപ്ഷൻ തന്നെ ലഭിക്കും. ഓൾ ഇന്ത്യയുടെ MBBSന്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് കേരള MBBS BDS ഒരു ഘട്ടം കഴിയും. അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി 11 കോഴ്സുകളാണ് അലൈഡ് കോഴ്സിലുള്ളത്. അതിന്റെ അലോട്ട്മെന്റ് അത് മാത്രമായിട്ട് ഈ MBBS BDS ഒരെണ്ണം കഴിയുമ്പോൾ തന്നെ നടത്തുകയും ചെയ്യും. അടുത്ത കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ. നമസ്തേ, പറയൂ. സ്റ്റഡി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി. ഓക്കെ, കർണാടകയിൽ അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഗവൺമെന്റ് നോക്കുന്നുണ്ട്, കർണാടകയും തമിഴ്നാടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ആവശ്യമുണ്ടോ? നമുക്ക് കർണാടകത്തിൽ ഈ ഡൊമിസിൽ കുട്ടികൾക്ക്, അതായത് കർണാടകത്തിൽ തന്നെ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക്, കർണാടകത്തിന്റെ എലിജിബിലിറ്റി തീരുമാനിക്കാൻ നമുക്കറിയാലോ. 12 വർഷത്തിൽ 7 വർഷമെങ്കിലും കർണാടകത്തിൽ പഠിക്കുക എന്നുള്ളതാണ് അവിടുത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളോടും ഈ സ്റ്റഡി സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ കോട്ട വഴി ചെല്ലുന്ന നമ്മളോടും കോളേജുകാർ എന്ത് ചോദിക്കും? സ്റ്റഡി സർട്ടിഫിക്കറ്റ് ചോദിക്കും. അതുകൊണ്ട് സ്റ്റഡി സർട്ടിഫിക്കറ്റ് ആദ്യം തന്നെ കൊണ്ടുപോയില്ലെങ്കിലും ഇത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ 1 മുതൽ 12 വരെ ഏത് സ്കൂളിൽ പഠിച്ചു, ആ സ്കൂളിൻ്റെ ലെറ്റർ പാഡിൽ നമ്മൾ മോളുടെ പേരും അഡ്രസ്സും എഴുതിയിട്ട് ഈ കുട്ടി ഇന്ന കാലയളവിൽ ഇവിടെ ഇത്രാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്ന് എഴുതി മേടിച്ചാൽ മാത്രം മതിയാകും. അതൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് അല്ല. എങ്കിലും കർണാടകത്തിലെ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും സ്റ്റഡി സർട്ടിഫിക്കറ്റ് സാധാരണ കോളേജ് അധികൃതർ ചോദിക്കാറുണ്ട്. ഞാൻ കുറെ സ്കൂൾസിലായിട്ട് പഠിച്ചത്, അബ്രോഡൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അത് നിർബന്ധമില്ല. അഡ്മിഷന് പോകുമ്പോൾ അത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമ്മളൊരു കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുമ്പോൾ അവർ പറയുകയാണ് ഇതും കൂടെ വേണമെന്ന് പറഞ്ഞാൽ ക്ലാസ് തുടങ്ങുമ്പോൾ കൊണ്ടുപോയാൽ മതിയാകും. ഓക്കെ, ബൈ. ഓൾ ഇന്ത്യ കോട്ട വഴി എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഡൊമിസിൽ നോക്കരുത്. ഏത് സ്റ്റേറ്റിന്റെ എലിജിബിലിറ്റിയാണ് ഉള്ളത്, എന്തൊക്കെയാണ് നിയമങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് എല്ലാ കോളേജ് ആൾക്കാർക്കും അറിയില്ലല്ലോ. അപ്പൊ അത് ആ സ്റ്റേറ്റിലുള്ളവർ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന പോലെ അവർ ചിലപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും ചോദിക്കാറുണ്ടെന്ന് മാത്രം. പക്ഷെ അതൊന്നും എസെൻഷ്യൽ ആയിട്ട് വേണ്ടതല്ല. അടുത്ത കോളർ ഉണ്ട്, ആരാന്ന് നോക്കാം നമുക്ക്. ഹലോ. ഹലോ, നമസ്തേ, പറയൂ. എവിടുന്നാ വിളിക്കണേ? സാർ, ഇത് തിരുവനന്തപുരത്താണ് വിളിക്കുന്നത്. പറയൂ മോളെ. സാർ, ഇത് ആദ്യം EWS സർട്ടിഫിക്കറ്റ് കൊടുത്തായിരുന്നു. ഇപ്പം കൊടുക്കാൻ വില്ലേജ് ചെന്നപ്പോൾ സർട്ടിഫിക്കറ്റ് തന്നില്ല. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, നമ്മൾ ആ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാവുമല്ലോ. റിസർവേഷൻ കിട്ടുമല്ലോ. മെമ്മോ വന്നായിരുന്നു. ഓക്കെ, ആ സർട്ടിഫിക്കറ്റ് നമുക്ക് വില്ലേജ് ഓഫീസർ പുതിയതായിട്ട് പുതിയ ഫോർമാറ്റിൽ തരില്ലെങ്കിൽ അതേ സർട്ടിഫിക്കറ്റ് തന്നെ ഒരിക്കൽ കൂടി അപ്ലോഡ് ചെയ്യുക. ഇല്ല, ആപ്ലിക്കേഷൻ ജനറൽ ആയിട്ട് മുമ്പോട്ട് പോകും. EWS റിസർവേഷൻ ലഭിക്കുകയില്ലെന്ന് മാത്രമേ ഉള്ളൂ. 603 മാർക്കാണ് സാർ. തീർച്ചയായും ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കിട്ടുമല്ലോ. പുഷ്പഗിരി കിട്ടുമോ സാർ? 600 ക്രിസ്ത്യനാണോ? പുഷ്പഗിരി പാടായിരിക്കും തോന്നുന്നു. ആദ്യ അലോട്ട്മെന്റിൽ പാടാണെന്ന് തോന്നുന്നു. എന്നാലും അലോട്ട്മെന്റ് 3ാം ഘട്ടത്തിലൊക്കെ ചിലപ്പോൾ വരാം. EWS സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയാണെങ്കിൽ ഗോകുലം പോലുള്ള കോളേജുകൾ, ഗോകുലം, SUT, ശ്രീനാരായണ, മലബാർ പോലുള്ള കോളേജുകളിലൊക്കെ പഠിക്കാം. അത് നിർബന്ധമില്ല. ജനറൽ ആയിട്ട് ആപ്ലിക്കേഷൻ മുമ്പോട്ട് പോയിക്കോളും കേട്ടോ. ശരി. ഇതുപോലെ കുറച്ച് പേരൻസ് ഡൗട്ട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഇത് അലോട്ട്മെന്റിന് കൊടുക്കുമ്പം ഇവർ ആഗ്രഹിക്കുന്ന കോളേജ് മാത്രം കൊടുത്താൽ മതി, ദൂരം വെക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര ഓപ്ഷൻ വെക്കണം. ഇപ്പം മുമ്പ് ചോദിച്ച പോലെ തന്നെ 10 ഓപ്ഷൻ മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നല്ല കോളേജ് മാത്രം കിട്ടുമെന്നാണ് ചിലരുടെ ആഗ്രഹം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മളുടെ എല്ലാ സാധ്യതകളും നമുക്ക് പഠിക്കണം. ഇത് കൊടുക്കാൻ ഒരവസരമല്ലേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം ഓപ്ഷൻ വെക്കണം എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ. ഉണ്ട്, പറയൂ. പറഞ്ഞോളൂ. സാർ, നമസ്കാരം സാർ. നമസ്തേ,
സാറേ എന്റെ മോക്ക് വേണ്ടിയായിരുന്നു. മോക്ക് 670 മാർക്കായിരുന്നു സാറേ. ഓക്കെ, എവിടുന്ന വിളിക്കണം സാറേ? കോട്ടയം. ഓക്കെ സാറേ, OBC ഏതാണ്? ഈഴവയാണോ മുസ്ലിമാണോ? ഈശ്വർ BK കാറ്റഗറിയാണ്. ഓക്കെ, BK കാറ്റഗറി ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് കേരളത്തിൽ തന്നെ നല്ല സാറിന് അടുത്തുള്ള കോളേജുകളിൽ തന്നെ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കാറ്റഗറി റാങ്കിങ് കൂടെ വരുമ്പോൾ ഇപ്പോൾ കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ അതുപോലുള്ള കോളേജുകളിലൊക്കെ പ്രവേശന സാധ്യതകളുണ്ട്. ഇനി ഓൾ ഇന്ത്യ ലെവലാണെങ്കിൽ സാറിന് അറിയാമല്ലോ, തമിഴ്നാട്, കർണാടകത്തിലൊക്കെ ഏത് ലെവൽ കോളേജുകളും ലഭ്യമാവുകയും ചെയ്യും. കേരളത്തിൽ തന്നെ പഠിക്കാനാണോ കൂടുതൽ താല്പര്യം, അതോ? ശരി, അപ്പൊ നമുക്ക് കേരള റാങ്കും കേരള കാറ്റഗറി റാങ്കും കൂടെ വന്നു കഴിയുമ്പോൾ ഒരിക്കൽ കൂടി വിളിക്കുക. നമുക്ക് ഓപ്ഷൻ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കാം കേട്ടോ. ഓക്കെ, ടീച്ചർ ചോദിച്ച പോലെ തന്നെയാണ്. കാരണം ചിലരുടെ ധാരണ ഒരു 4 കോളേജുകൾ മാത്രം വെക്കുക. അപ്പം എന്ത് തോന്നും, അപ്പൊ എൻട്രൻസ് കമ്മീഷൻ അത് തന്നോളും. ഇനി അഥവാ നമ്മൾ 19 കോളേജും വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി എങ്ങാനും മോശം തരുമോ? അങ്ങനെയൊന്നുമല്ല, നമ്മുടെ റാങ്കിനനുസരിച്ചുള്ള നമ്മുടെ സാധ്യത തരും. അതുകൊണ്ട് നമ്മൾ എല്ലാ ഓപ്ഷനും വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഇന്ന കോളേജിൽ പോകുന്നില്ല, ഇന്ന കോഴ്സിന് പോകുന്നില്ല, വെക്കണ്ട. ഒരു കോളേജിൽ നിന്നാണ് എന്താണേലും പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെക്കണ്ട. പക്ഷെ ഒരു സീറ്റ് വേണമെങ്കിൽ എല്ലാ കോളേജുകളും വെക്കുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്തേ, പറയൂ, എവിടെന്നാ വിളിക്കണേ? കോഴിക്കോട്. നമസ്തേ മാം, പറയൂ. അതെ പറയൂ. മോൾക്ക് 519 മാർക്കാണ്. ഓക്കെ, ഞങ്ങൾ SC ആണ്. ഓക്കെ. അപ്പൊ ഇത് ഗവൺമെന്റിന് ഇപ്രാവശ്യം കിട്ടുമോ? നമുക്ക് അറിയാമല്ലോ, നമുക്ക് കേരളത്തിന്റെ കാറ്റഗറി റാങ്ക് ഒരു 300 റാങ്കത്തെങ്കിലും വരുന്നവർക്കാണ് 100% സീറ്റ് കിട്ടാനുള്ള സാധ്യത. കഴിഞ്ഞ വർഷം 320 വരെയൊക്കെ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കേരള മെഡിക്കൽ റാങ്ക് വരികയും കാറ്റഗറി റാങ്ക് വരികയും ചെയ്യുമ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ മാർക്കിനൊക്കെ അനുസരിച്ചാണെങ്കിൽ ഈ വർഷം ഈ 519 അല്ലേ, അത് സേഫ് ആയിട്ടുള്ള സ്കോർ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 470, 480 വരെയൊക്കെ ആണെങ്കിലും അലോട്ട്മെന്റിന്റെ അവസാന ഘട്ടങ്ങളിൽ SC കമ്മ്യൂണിറ്റിക്ക് ഗവൺമെന്റോ സെൽഫ് ഫിനാൻസിങ്ങോ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓൾ ഇന്ത്യ നമുക്ക് സാധ്യത ഒട്ടും തന്നെ ഇല്ല. കാരണം കേരളത്തിലുള്ള കുട്ടികളെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ ധാരാളം SC വിഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ സാധ്യതകൾ കുറവ് തന്നെയാണ്. നമുക്ക് കേരളത്തിൽ മാത്രം കൊടുത്താൽ മതിയാകും. കാരണം ഫീസ് ഇളവുള്ളത്, ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓൾ ഇന്ത്യ വഴിയാണെങ്കിലും കേരളത്തിലെ കോളേജുകൾ മാത്രം കൊടുത്താൽ മതിയാവും. കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റും സെൽഫ് ഫിനാൻസിങ്ങും മുഴുവൻ കോളേജുകളും വെക്കണം. ഓക്കെ, സെൽഫിൽ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട്. ശരി. അതുപോലെ തന്നെ ചിലരുടെ ഇതാണ്, ഇപ്പൊ ഗവൺമെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ ബ്രിമ്മാണ്. അപ്പൊ സെൽഫ് ഫിനാൻസിങ് എങ്ങാനും എടുത്ത് താഴെ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് തന്നു, പിന്നെ ഗവൺമെന്റ് തരാതിരിക്കുവോ? നമ്മളെക്കാളും കുറവുള്ളവർക്ക് ഗവൺമെന്റ് സീറ്റ് കൊടുക്കുവോ? അപ്പൊ നമ്മളെക്കാളും കുറവുള്ള ആള് ഗവൺമെന്റ് മാത്രമേ വെച്ചുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? ഗവൺമെന്റും സെൽഫ് ഫിനാൻസിങ്ങും വെച്ചു. അതുകൊണ്ട് നമുക്ക് സെൽഫ് ഫിനാൻസിങ് തന്നു, നമ്മളെക്കാളും കുറവുള്ള ആൾക്ക് ഗവൺമെന്റ് കൊടുത്തു. അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല. റാങ്കിനാണ് പ്രാധാന്യം. അതിൽ നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് ഓർഡർ 1 മുതൽ നോക്കിയിട്ട് നമുക്ക് ആദ്യത്തെ പ്രിഫറൻസ് ഓർഡർ എങ്ങനെയെങ്കിലും തരാമോ എന്നുള്ളതാണ് എൻട്രൻസ് കമ്മീഷൻ നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് നല്ല കോളേജുകളും നമുക്ക് സാധ്യതയുള്ളതും നമ്മുടെ വീടിനടുത്തുള്ള എല്ലാ കോളേജുകളും വെക്കുക തന്നെ ചെയ്യണം. ഇനി NRI ആണെങ്കിൽ പോലും NRI വെച്ചു എന്ന് വിചാരിച്ച് നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോഴല്ലേ സീറ്റ് തരുന്നത്. അതുകൊണ്ട് NRI മാത്രമായി പോവില്ല. അടുത്ത കോളർ ഉണ്ടാ, എവിടെ നിന്നാണെന്ന് നോക്കാം. നമസ്തേ സാറേ, പറയൂ, എവിടുന്നാ വിളിക്കണേ? ഓക്കെ സാറേ, പറയൂ. അപ്പം സിസ്റ്ററിന്റെ ഒരു സ്കീമിന്റെ പ്രൊഫൈൽ നമുക്ക് NRI കോട്ട ഒന്ന് ഓൾട്ടർ ചെയ്യാനായിരുന്നു. അതെങ്ങനെയായിരുന്നു അറിയാമോ? നമുക്കിപ്പോ ജൂൺ 21 നമ്മൾ NRI ആഡ് ചെയ്തിട്ടുണ്ടോ? ഇത് അപ്ലൈ ചെയ്ത സമയത്തോ രണ്ടാമത് പുതിയതായിട്ട് NRI കൊടുക്കാനായിട്ട് ജൂൺ 21 വന്നപ്പോഴോ നമ്മൾ NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഇനി നമുക്ക് ഇപ്പം ഈ പ്രൊഫൈൽ വെരിഫിക്കേഷനോട് NRI സ്റ്റാറ്റസ് ഇല്ല. അത് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് NRIയുടെ മാത്രമായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കത് കറക്റ്റ് ചെയ്ത് സ്റ്റാറ്റസിനകത്ത് NRI കിട്ടുമോ എന്നുള്ളത് ഉറപ്പാക്കാം. ഇപ്പം എല്ലാവരുടെയും പ്രൊഫൈലിൽ നിന്ന് NRI പിൻവലിച്ചിരിക്കുകയാണ്. അത് അടുത്ത ആഴ്ചയെ ആക്റ്റീവ് ആവുകയുള്ളൂ. അത് ഇതിനകത്തില്ല. NRIക്ക് മാത്രം ബാധകമല്ല. NRIക്ക് 25-ാം തീയതിയോടുകൂടി ഒരവസരം കൂടി വരും കേട്ടോ, ഞാൻ അറിയിക്കാം. ഈ മാസം 25 അല്ലേ? അതെ, കേരള അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. ഓക്കെ.
കേരളത്തിലെ ഈ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും 15% NRI സീറ്റുകളുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പം അവരുടെ വെരിഫിക്കേഷൻ മാത്രം ഇതിൻ്റെ കൂടെയല്ല, അത് അടുത്ത ആഴ്ച സെപ്പറേറ്റ് ആയിട്ട് നടക്കും. അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്തേ, പറയൂ. ഹലോ, നമസ്തേ പറയൂ. എവിടുന്നാ വിളിക്കണേ? ഓക്കെ, പറയൂ. ഓക്കെ, കേരളത്തിൽ EWS റിസർവേഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ സാറേ, കേരളത്തിൽ കിട്ടുമായിരിക്കും? ഓൾ ഇന്ത്യ കോട്ടയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി സാധ്യതകൾ കുറവ് തന്നെയാണ്. കേരളത്തിന്റെ EWS കാറ്റഗറി റാങ്കിനകത്ത് 150-നകത്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഏതാണ്ട് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു മാർക്ക് തന്നെയാണ് കേരളത്തിൽ EWS വിഭാഗത്തിന് 645 എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, പറഞ്ഞോളൂ. ശിവൻ സാറുണ്ട്, പറഞ്ഞോളൂ. സാർ, എനിക്ക് 596 ആണ്, OBC കാറ്റഗറിയാണ്. അപ്പൊ എനിക്ക് പ്രൈവറ്റ് കോളേജ് ഏത് കിട്ടാനാണ് സാർ? താങ്കളുടെ OBC മുസ്ലിം സമുദായമാണോ ഈഴവ സമുദായമാണോ? മുസ്ലിം സമുദായമാണ്. അപ്പൊ നമുക്ക് MES അല്ലാത്ത കോളേജുകൾ ട്രാവൻകൂർ, KMCT, കരുണ, അതുപോലെ ശ്രീനാരായണ, SUT, സോമർവെല്ല്, അങ്ങനെയുള്ള കോളേജുകളൊക്കെ, വയനാട് ബിംസ്, PK ദാസ്, അങ്ങനെയുള്ള കോളേജുകളൊക്കെ ലഭ്യമാകും മോളെ. MES നമുക്ക് മൈനോറിറ്റി സീറ്റുകളും കൂടി ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിന്റെ അലോട്ട്മെന്റ് അവസാന ഘട്ടങ്ങളിൽ നമുക്ക് വരാം. എന്നാലും മാർക്കിന്റെ വെച്ചിട്ട് ഇപ്പം അല്പം കുറവാണെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് വരുമ്പോൾ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. അല്പം സാധ്യത കുറവാണെന്ന് സംശയമുണ്ട്. ബാക്കി എല്ലാ കോളേജുകളും ലഭ്യമാകും. മറ്റൊരു കോളർ ഉണ്ട്, ആരാന്ന് നോക്കാം. ഹലോ, നമസ്തേ, പറയൂ സാറേ, എവിടുന്നാ വിളിക്കണേ? ഓക്കെ സാറേ, പറയൂ. മകന് 663 മാർക്കുണ്ട്. ഓക്കെ. OBC. ഓക്കെ. നമ്മളെ ചാൻസസ് എങ്ങനെയാണോ എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് കേരളത്തിൽ തന്നെ പഠിക്കണമെന്നുണ്ടോ? ഈ ഈഴവ റിസർവേഷൻ ഉള്ളത് കൊണ്ട് കേരളത്തിലെ കോളേജുകൾ ലഭ്യമാകുന്നതാണ്. ഓൾ ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ ഏറ്റവും പുതിയതായിട്ട് തുടങ്ങിയ കോളേജുകൾ, കർണാടകത്തിലെ നമ്മുടെ അതിർത്തി ജില്ലയിലേക്കുള്ള കോളേജുകൾ, കുടക് പോലുള്ള കോളേജുകൾ, ആന്ധ്ര, തെലങ്കാനയൊക്കെ ലഭ്യമാകും. അതുകൂടാതെ കേരളത്തിലെ കോളേജുകൾ ലഭ്യമാകും. ഈഴവ റിസർവേഷൻ ഉള്ളത് കൊണ്ട് കേരളത്തിലെ കോളേജുകൾ ലഭ്യമാകുന്നതായിരിക്കും. അപ്പം ഓൾ ഇന്ത്യയുടെ ആദ്യത്തെ റൗണ്ടും കേരളയുടെ ആദ്യത്തെ റൗണ്ടും നോക്കുമ്പോൾ നമുക്ക് രണ്ടിൻ്റെ സാധ്യതകളും മനസ്സിലാകും. അപ്പോൾ അതിൽ താല്പര്യമുള്ള കൂടുതൽ ഏതാണെന്ന് നോക്കുക. ഓൾ ഇന്ത്യ വഴി പോകുന്നതാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് നല്ല സാധ്യതയെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ ചേരുകയും ഓൾ ഇന്ത്യ തേർഡിലോട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. അതല്ല സാറിന് കേരളത്തിലൊരു സീറ്റ് താല്പര്യം ഉള്ളത് കൊണ്ട് മാത്രം ഓൾ ഇന്ത്യയുടെ ഫസ്റ്റിൽ ഒരു കാരണവശാലും ഹലോ, പറയൂ. ശിവൻ സാറല്ലേ? പറയൂ. എവിടുന്നാ വിളിക്കണേ? സാർ, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ സാറിന് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ആയിക്കോട്ടെ, പറഞ്ഞോളൂ, പറയൂ. സാർ, എന്റെ മോൾക്ക് 621 മാർക്ക്. 621. ഓക്കെ. പിന്നെ ESI IP കോട്ട ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ചാൻസ് എവിടെയാണ് സാർ? ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ്? 57,012. ഓക്കെ. ജനറൽ വിഭാഗമാണോ അതോ OBCയോ? അല്ല, മുസ്ലിമാണ്. OBC. ഓക്കെ. അപ്പം നമുക്ക് ഗുൽബർഗ, നമുക്ക് നമ്മുടെ ESI കോളേജ് ഗുൽബർഗ, അതുപോലെ തന്നെ ബിട്ട, മാണ്ഡി, അതുപോലുള്ള കോളേജുകളിലൊക്കെ, കൊൽക്കട്ട, അതുപോലുള്ള കോളേജുകളിലൊക്കെ സാധ്യതയുണ്ട് ESI വഴി. കോയമ്പത്തൂർ കിട്ടാൻ സാധ്യതയുണ്ടോ സാർ? നമുക്ക് അല്പസാധ്യത കുറവായിരിക്കും. കാരണം കേരളത്തിൽ നിന്നുള്ള എല്ലാവരും തന്നെ കൊടുക്കുന്ന ആദ്യ ഓപ്ഷൻ കൊല്ലം അല്ലെങ്കിൽ കോയമ്പത്തൂർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അല്പസാധ്യത കുറവാണ്. പിന്നെ നമുക്ക് അലോട്ട്മെന്റിന് ഗുൽബർഗയിലെ സീറ്റ് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. അതെ സാർ. പിന്നെ ഒരു ഡൗട്ടും കൂടെ, അതായത് നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ എല്ലാ കോളേജസും കൊടുക്കണോ? നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം ESI IPക്ക് ആദ്യത്തെ അലോട്ട്മെന്റ്, ഞാൻ ആ ESIയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. കാരണം ESI IPക്ക് വേറെ ഒരു സ്റ്റേറ്റിലും ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്തവരാണ് വെക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ വെച്ചില്ലെങ്കിൽ നമ്മളെക്കാളും റാങ്ക് കുറഞ്ഞവർക്ക് കിട്ടുകയും അവർ പിന്നീട് മറ്റൊരിടത്തോട്ട് അവർ മാറില്ല. അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാതെ പോകും. അതുകൊണ്ട് ESI IP ഉള്ളവര് എന്നിട്ട് പിന്നെ വേണേ നമുക്ക് സെക്കൻഡിലോട്ടും തേർഡിലോട്ടും ഒക്കെ അടുത്തോട്ട് മാറാലോ. പക്ഷെ വെക്കാതിരുന്നാൽ നമുക്ക് ഭയങ്കര അബദ്ധമാകും. നിർബന്ധമായിട്ട് ESI IP ഉള്ളവർ 11 കോളേജും അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷനിൽ ഉൾപ്പെടുത്തണം.
അതെ സാർ, ഒരു ഡൗട്ടും കൂടെ. അപ്പൊ നമുക്കിപ്പോ നോർത്തിലൊക്കെയാണ് ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയത്. അപ്പൊ നമുക്ക് സെക്കൻഡിൽ വേറെ ഹയർ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് സെക്കൻഡിലോട്ടും തേർഡിലോട്ടും ഒക്കെ മാറി വരാം. അപ്പൊ അവിടെ ചേരണം ഫസ്റ്റ് കിട്ടിയെടുത്ത്. ESI IP ആയതുകൊണ്ട് ചേരുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ കോളർ കട്ടായിപ്പോയി. അവസാനം അദ്ദേഹം ചിലപ്പോൾ ഈ സെഷൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും. അദ്ദേഹത്തിന് ഓൾ ഇന്ത്യയിൽ ഫസ്റ്റിൽ എടുക്കാതിരുന്നിട്ട് കേരളത്തിലാണ് അദ്ദേഹത്തിന് താല്പര്യം. അതുകൊണ്ട് അദ്ദേഹം ഓൾ ഇന്ത്യ ഫസ്റ്റിൽ ഫ്രീ എക്സിറ്റ് എടുക്കുകയും കേരളത്തിൽ അലോട്ട്മെന്റിന്റെ സാധ്യതകൾ നോക്കുകയും ചെയ്യും. അപ്പോൾ 7 റിസർവേഷൻ ഉള്ളതുകൊണ്ട് കേരളത്തിൽ നല്ല സാധ്യതയുണ്ട്. കേരളത്തിലെ കോളേജുകളും കൂടെ ഏതാണ് കിട്ടുന്നത് നോക്കിയിട്ട് ഇനി പിന്നെ ഓൾ ഇന്ത്യ വഴി പോകണോ കേരള വഴി പോകണോ എന്ന് തീരുമാനിച്ചാൽ മതിയാകും. അപ്പോൾ സാർ ഇന്ന് ഒരുപാട് കോൾസ് ആയിരുന്നു. തീർച്ചയായിട്ടും. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ബാക്കിയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ കോളേജ് അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഒരു സമയമാണ്. പിന്നെ ഈ വർഷത്തെ പ്രത്യേക ഒരു സാഹചര്യം കൊണ്ട് അല്പം കൂടി ഡിലേ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ധാരാളം പേരൻസ് ആണ് ആ ഒരു ആങ്സൈറ്റി നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവരുടെയും സംശയങ്ങൾക്ക് പരിഹാരമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ എല്ലാ ദിവസവും 3 മണി മുതൽ 4 മണി വരെയാണ് നിങ്ങൾക്ക് വിളിക്കാനുള്ള അവസരം. നമ്മുടെ നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു സർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.